നമസ്കാരം. 2026 ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 31 വരെ, അതായത് കർക്കിടകം 16 മുതൽ ചിങ്ങം 15 വരെ തുലാക്കൂറുകാർ എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പരിശോധിക്കാം. രവി മാസാരംഭത്തിൽ കർക്കിടകത്തിലാണ്. ഓഗസ്റ്റ് 17 സ്വന്തം ക്ഷേത്രമായ ചിങ്ങത്തിലേക്ക് മാറി വരികയാണ്. കുജൻ ഇടവത്തിലും ആഗസ്റ്റ് 2 മിഥുനത്തിലേക്കും മാറുകയാണ്. ബുധൻ മാസാരംഭത്തിൽ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലും 5 കർക്കിടകത്തിലേക്കും 22 ചിങ്ങത്തിലേക്കും മാറി വരുന്നു. ശനി മീനത്തിലാണ്. രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ്. വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലാണ്. ശുക്രൻ അതിൻ്റെ നീചരാശിയായ കന്നിയിലുമാണ്. കുജൻ 2 ശത്രുക്ഷേത്രത്തിലേക്കാണ് മാറുന്നത്. എന്നാൽ ബുധൻ ഇപ്പോൾ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയും 5 ശത്രുക്ഷേത്രത്തിലേക്ക് മാറുകയും 22 വീണ്ടും ബന്ധുക്ഷേത്രത്തിലേക്ക് വരികയുമാണ്. മറ്റുള്ള ഗ്രഹങ്ങൾ ഈ സമയത്ത് മിത്രക്ഷേത്രത്തിലുമാണ്. ചിത്തിര അവസാനത്തെ 2 പാദം, ചോതി വിശാഖം മുക്കാല് അടങ്ങിയ തുലാക്കൂറുകാർക്ക് 2026 ആഗസ്റ്റ് മാസം ചാരവശാലുള്ള പൊതുഫലത്തെ പറ്റിയാണ് പറയുന്നത്. ഇവർക്ക് കർമ്മപരമായി നോക്കുകയാണെങ്കിൽ തൊഴിലിൽ പുരോഗതി ഉണ്ടാവുന്ന ഒരു സമയമാണ്. മേലധികാരികളിൽ നിന്ന് പ്രീതി സമ്പാദിക്കുവാൻ സാധ്യതയുണ്ട്. ജോലിയിടങ്ങളിൽ അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. തൊഴിൽ മാറ്റം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിൽ തൊഴിൽ കയറ്റം ഉണ്ടാകുവാനാണ് ഈ സമയത്ത് കൂടുതൽ സാധ്യതയുള്ളത്. വരുമാനം വർദ്ധിക്കുന്നതാണ്. ദീർഘകാലമായി കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ സാധ്യതയുള്ള മാസം കൂടിയാണ്. പൊതുവെ പറഞ്ഞാൽ തൊഴിൽ സംബന്ധമായി വളരെ അനുകൂലമായ ഒരു സമയമാണ്. ബിസിനസ് സംബന്ധമായി പറയുകയാണെങ്കിലും പുതിയ സംരംഭം തുടങ്ങുവാൻ പറ്റിയ സമയമാണ്. ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും ഈ സമയത്ത് കഴിയുന്നതാണ്. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന മാസമാണ്. ബന്ധുജന സഹായം ഉണ്ടാവുന്നതാണ്. മികച്ച ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്രതീക്ഷിതമായി ധനവരവ് ഉണ്ടാവുന്നതാണ്. കടം കൊടുത്തവരിൽ നിന്നും കടം കിട്ടില്ലെന്ന് വിചാരിച്ചവരിൽ നിന്നും പണം തിരിച്ചു കിട്ടുന്നതായിരിക്കും. വായ്പക്ക് അപേക്ഷിച്ചവർക്ക് വായ്പ ലഭിക്കുന്ന സമയം കൂടിയാണ്. എന്നിരുന്നാലും ചിലവ് വർദ്ധിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ജാഗ്രത ഉണ്ടാകേണ്ട സമയമാണ്. പണ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബപരമായി പറയുകയാണെങ്കിൽ ഒരു സമ്മിശ്രമായ ഫലമാണ്. കുടുംബത്തിൽ സുഖവും സന്തോഷവും ഒക്കെ വന്നു ചേരുമെങ്കിലും ക്ഷമ മുറുകെ പിടിക്കേണ്ട ഒരു സമയമാണ്. തെറ്റിദ്ധാരണ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വലിയ അസുഖങ്ങളൊന്നും വരുവാൻ സാധ്യതയില്ലെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് അപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കുടുംബത്തിൽ മുതിർന്നവർ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു സമ്മിശ്രമായ ഫലമാണ്. ശ്രദ്ധാക്കുറവും അലസതയും ഒക്കെ അവർക്ക് ഈ സമയത്ത് ഉണ്ടായി എന്ന് വരാം. മത്സര പരീക്ഷയിൽ വിജയം നേടുവാനൊക്കെ സാധിക്കുന്ന സമയമാണ്. കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും വിദ്യാ നേട്ടം ഉണ്ടാവുന്ന സമയം കൂടിയാണ്. വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ട സമയമാണ് എങ്കിലും പഠനത്തിൽ മികവ് തെളിയിക്കുവാൻ ഈ സമയത്ത് കഴിയുന്നതാണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് ജോലി ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ്. യാത്രയിൽ നേട്ടമുണ്ടാവുന്ന മാസം കൂടിയാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുവാൻ ഈ മാസം സാധിക്കുന്നതാണ്. വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വായ്പ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വായ്പ ലഭിക്കുകയും വീട് പണി പുരോഗമിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയം കൂടിയാണ്. വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നടന്നു കിട്ടുന്നതാണ്. എന്നാൽ അനാവശ്യ ചെലവുകൾ ഉണ്ടാകാതെ പണമിടപാടുകളിൽ ഒരു ജാഗ്രത പുലർത്തേണ്ട സമയം കൂടിയാണ്. പൊതുവെ പറഞ്ഞാൽ ഈ മാസം ദോഷഫലങ്ങൾ കുറഞ്ഞ ഒരു മാസമാണ്. എന്നിരുന്നാലും ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമായിരിക്കും. മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാട് ചെയ്യുന്നതും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നതും
വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമാകും.